ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുക. അപ്പോൾ എനിക്കിപ്പം 2 ദിവസം ലോങ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു ഓഫാണേ. ഇപ്പം സമയം ഇവിടെ രാവിലെ 5:30 കഴിഞ്ഞു. അപ്പം ലോങ് ഡേയ്സിനൊക്കെ ഇപ്പോൾ നമ്മൾ രാവിലെ എപ്പോഴും എണീക്കുന്നത് കൊണ്ട് നമ്മൾ രാവിലെ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഉറക്കം അങ്ങ് തീരും. ഇപ്പം പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ എണീറ്റ് കഴിഞ്ഞാലും മൊബൈൽ തോണ്ടിക്കൊണ്ട് അങ്ങനെ കുറച്ച് നേരം കിടക്കുമായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാവിലെ എണീറ്റാലും അപ്പം തന്നെ അധികം മൊബൈലൊന്നും നോക്കാണ്ട് അപ്പം തന്നെ എണീറ്റങ്ങ് പോരും. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ മൊബൈൽ നോക്കി പിന്നെ അതിൻ്റെ ക്ഷീണം കാരണം പിന്നെയും കുറച്ച് നേരം കിടന്ന് പിന്നെ എണീക്കുമ്പോൾ പിന്നെയും താമസിക്കും. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് അങ്ങനെ തന്നെ അങ്ങ് പോരും. അപ്പം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഹാർട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്ന ദിവസം തന്നെ മുഴുവൻ ഒരു പോസിറ്റിവിറ്റിയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലും നമുക്കത് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യവും, അത് മാത്രമല്ല ചില പ്രശ്നങ്ങളൊക്കെ അതായത് ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നടക്കാമായിരുന്നിട്ടും അതായത് പെട്ടെന്നൊരു ശ്രദ്ധ വന്നിട്ട് നമ്മളതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതും അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ മറക്കാതെ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുകയാണ്. എനിക്ക് വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതിന് വെള്ളം കുടിക്കാനൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് ഈ ബോട്ടിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്കിങ്ങനെ ഓരോ മണിക്കൂറും കുടിക്കേണ്ട വെള്ളത്തിൻ്റെ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫുള്ള ദിവസം ഞാൻ രാവിലെ തന്നെ ഇതിൽ ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് വയ്ക്കും. പിന്നെ വൈകിട്ടാവുന്നത് വരേക്കും ഈ കുപ്പി ഫുള്ള് വെള്ളം കുടിച്ചു തീർക്കാനായിട്ട് ഇപ്പം കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ ദിവസവും നോക്കുന്നുമുണ്ട് ഓഫുള്ളപ്പോഴൊക്കെ. ഡ്യൂട്ടിയിലുള്ളപ്പം അല്ലാതെ വേറൊരു ചെറിയ ബോട്ടിലാണ് വെള്ളം കുടിക്കുന്നത്. അപ്പം ഇതൊരു ഒത്തിരി നല്ലൊരു, അതായത് ഒരു ദിവസം ഫുൾ നമുക്ക് നല്ലൊരു എനർജി തരുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഐസ് വെള്ളം എടുത്ത് വെച്ചാണ് ഞാൻ രാവിലെ ഇങ്ങനെ ഐസ് വെള്ളത്തിൽ മുഖം കഴുകാറുണ്ട്. അത് എടുത്തപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ റീസെൻ്റായിട്ട് ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. ഐസ് ബ്രേക്കിംഗ് റിയൽ ലൈഫ് എന്നായിരുന്നു അതിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ അത് വായിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങളായിട്ട് അതിന് കണക്ഷൻ ഉള്ള പോലെ തോന്നി. അതായത് ഞാനൊരു കോളേജ് ലൈഫൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒത്തിരി പിമ്പിൾസ് വന്നു. അപ്പോൾ എനിക്കത് പെട്ടെന്ന് ഭയങ്കര വിഷമമൊക്കെ ആയി പിമ്പിൾസൊക്കെ വന്നപ്പോഴേക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഒരു ദിവസം പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഒരു ചേച്ചി പെട്ടെന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ കൊച്ചേ, മുഖത്തൊക്കെ ഒത്തിരി നിറച്ചും കുരുക്കളാണല്ലോ, ഇനിയിപ്പോൾ കല്യാണമൊക്കെ എങ്ങനെ നടക്കും ഇത്രയും പാടൊക്കെ വെച്ചിട്ട്, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമമായി. ഓൾറെഡി വിഷമമുണ്ട്, അതിൻ്റെ കൂടെ ഇതും കൂടി കേട്ടപ്പോഴേക്കും തകർന്നു പോയി. എന്താ പറയുക, ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി, ഭയങ്കര ഒരു പേടിയൊക്കെ ആയിരുന്നു. പിന്നെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമോ, ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട്. ഒരു പരിപാടിക്കൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പം എനിക്ക് പോകാൻ മടി, ഇങ്ങനെ പോകാണ്ടൊക്കെയായി, അങ്ങനെ കുറേ നാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ഞാൻ തന്നെ വിചാരിച്ച് ഇത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് ആ ഇൻസെക്യൂരിറ്റീസിനെ ഞാൻ തന്നെ ഓവർകം ചെയ്യാനായിട്ട് കുറേ സ്റ്റെപ്സ് എടുത്തു. പിന്നെ ഈ ഇൻസെക്യൂരിറ്റീസിനെ പറ്റിയുള്ള എൻ്റെ പേടി, അതായത് ഈ കുരുക്കളെ പറ്റി ഞാൻ അതിനെപ്പറ്റി കൺസേൺഡ് ആകാതിരുന്നു. ആ പേടിയൊന്ന് മാറ്റി വെച്ചു. അന്ന് തൊട്ട് കുരുക്കളും കുറഞ്ഞു. പിന്നെ പതുക്കെ പാടുകളൊക്കെ മാറി. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ മറന്നുപോയി. അപ്പോൾ എനിക്ക് ഈ കണ്ടൻറ്റ് വായിച്ചതും എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളുമായിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെയൊക്കെ ലൈഫിലുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള പേടി, അതൊക്കെ നമ്മളായിട്ട് എന്നത് മാറ്റി വയ്ക്കുന്നു, നമ്മളത് ഓവർകം ചെയ്യാൻ എന്ന് സ്റ്റെപ്പ് എടുക്കുന്നു. അപ്പം തൊട്ട് ശരിക്കും പറഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മുടെ ലൈഫ്, അതായത് നമ്മളിങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് കുറയും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പേടിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കും. ചിലവർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങുന്നതിനെ പറ്റിയിട്ടുള്ളൊരു പേടിയായിരിക്കും. അങ്ങനെ പല പല രീതിയിലുള്ള പേടികളായിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പം നമ്മൾ ചിലപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മളെ പുറകോട്ട് വലിക്കാനായിട്ടും കുറേ ആൾക്കാർ കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളെ തന്നെ വിശ്വസിച്ച് ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുന്നത് പോലും അത് പെട്ടെന്നായിരിക്കത്തില്ല, പക്ഷേ ഓവർ എ ലോങ് ടൈം അത് നമുക്ക് വലിയൊരു സക്സസ് ആയിട്ട് തന്നെ മാറും.
അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ കാര്യം എപ്പോഴും കൊണ്ടുവരാനോ ചെയ്യാനോ ഒക്കെ ശ്രമിക്കണം. അതായത് ഒരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ഇപ്പം ജിമ്മിൽ പോവുക. ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ വർക്കിംഗ് ഒക്കെയാണ്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ റെസിസ്റ്റൻറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഡമ്പലൊക്കെ പോലെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഗൈഡൻസോട് കൂടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെയൊക്കെ അടുത്തൊരു ബർത്ത്ഡേ വരുമ്പം അവർക്ക് ഗിഫ്റ്റായിട്ട് എവിടെയെങ്കിലും ഒരു ജിമ്മിൽ പോയിട്ടൊരു ട്രെയിനിങ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റെസിസ്റ്റൻറ്റ് ബാൻഡും ഡമ്പലൊക്കെ വാങ്ങിച്ചവർക്ക് വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം, അത് കണ്ടിന്യൂ ചെയ്യാം. അവർക്ക് ചിലപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും, അവർക്കൊരു മോട്ടിവേഷൻ മതിയായിരിക്കും. അല്ലെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ അതൊക്കെ ചെയ്യാൻ എല്ലാവരും എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരു മടി കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്യാത്തത്. അതവരുടെ എന്താ പറയുക, അവരുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ആ മസിലിൻ്റെ സ്ട്രെങ്തൊക്കെ പോകാതിരിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പം അതെൻ്റെ ഒരു സജഷനാണ്. പറ്റുവാണെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുത്തോ കേട്ടോ. ഇനി ഇതിപ്പോൾ എന്താ ജെറിനാണെങ്കിൽ ഇന്ന് നടക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റവയപ്പം ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ കുറച്ച് റവയും പിന്നെ അതിൽ കുറച്ച് മൈദാമാവും തേങ്ങയും കുറച്ച് ചോറും ഈസ്റ്റും എല്ലാം കൂടിയിട്ട് തലേദിവസം രാത്രി അരച്ച് വയ്ക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ തലേദിവസം അരച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് എനിക്ക് ശരിക്കും അമ്മ പറഞ്ഞു തന്നാണ്. നടക്കാവുന്ന കാര്യം പ്ലീസ് അത് ഞാൻ പറയാം. എടാ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് പറയണം നമ്മള്, എന്നാലേ ആൾക്കാർ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ഓടിച്ചു വിടും. അപ്പം എന്താ റവയപ്പം ഉണ്ടാക്കാനായിട്ട് ജെറിനും കൂടിയിട്ടുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സാധാരണ ജെറി രാവിലെ കുറച്ച് നടക്കാനൊക്കെ പോകാറുണ്ട്. ഇന്നിപ്പോൾ അതിനിടയ്ക്ക് ജോക്കൂട്ടൻ എണീറ്റു. അവൻ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജെറിനെ പോസ്റ്റാക്കിയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നടക്കാഞ്ഞതുകൊണ്ട് പിന്നെ ജെറിനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അല്ല, ഞാനിപ്പുറത്ത് ചെറുതിലാക്കാറുള്ളൂ. ചെറുതിലെ വെക്കാറുള്ളത് നമ്മൾ വെളിയിലേക്ക് വെച്ചു. എടി അതിലടി വെക്കുന്ന മണ്ടിയാണോ നീ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓണാക്കുന്നതിന് മുന്നേ നീ ചെയ്തതിനാ ഇപ്പം ഞാൻ ഓഫാക്കിയിട്ടില്ല. അതിലേക്ക് ഒരു അരമണിക്കൂർ അവിടെ നിന്ന് ഇവിടെ വരുന്നതിന് ഇത് രണ്ട് കൈയില്ലേ നിനക്ക്? മനസ്സിലായില്ല. അവിടെ ഓണാക്കുമ്പോൾ തന്നെ ഇവിടെ ഇത് കത്തിക്കാൻ തുടങ്ങണം. ഇതൊരു മീൽ പ്രെപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാകുമ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉള്ളപ്പോഴേക്കും കൊണ്ടുപോകാനും പിന്നെ ജെറിനും ജോക്കുട്ടനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഞാൻ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെ കൊണ്ടുപോകാറുള്ളത്. പിന്നെ ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അത് ജെറിന് ഞാൻ ഡ്യൂട്ടിയിലുള്ളപ്പം എയർ ഫ്രയറിനകത്തിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. കാരണം അവനെയും കൊണ്ട് ഡ്യൂട്ടി ചെയ്യുമ്പം അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അപ്പോഴേക്കും ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇതാകുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഒത്തിരി മെനക്കേടൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജീരകശാലയുടെ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 കപ്പ് അരി എടുത്തു. എന്നിട്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് അരി നന്നായിട്ട് കഴുകിയിട്ടൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിടാറുണ്ട്. അരി കഴുകാതെ നമ്മൾ ആദ്യം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് പിന്നെ കഴുകുകയാണെങ്കിൽ ഇത് നമ്മൾ ആ ചോറായി വരുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇത് 2 കപ്പ് കറക്റ്റ് അളവിനൊക്കെ എടുത്തിട്ട് ഇനി വെള്ളത്തിൽ കഴുകി അരി ഒരു അരമണിക്കൂർ കുതിർത്തിടാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ വെള്ളത്തിൽ ഞാൻ കഴുകുക.
എന്നിട്ട് അരി കുതിർക്കാനായിട്ട് വെച്ചു. പിന്നെ ഇപ്പം നമുക്ക് ഇതിനോട്ട് ഡ്രൈ ആയിട്ട് ഓണിയൻ മേളിലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടിപ്പായിട്ട് അതിങ്ങനെ മൈക്രോവേവ് ചെയ്യും കുറച്ച് നേരം. ഒരു 4-5 മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ വറക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നത് വറുത്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മൈക്രോവേവിൽ വെച്ചിട്ട് മൈക്രോവേവിൽ വെക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ പ്രോൺസ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുവാണേ. പിന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള നെയ്യ്, ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണേ. കൊണ്ടുവന്നിട്ടിപ്പം ഒരു വർഷത്തിന് മേളിലായി. പക്ഷേ ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന്. പിന്നെ അതിലോട്ട് വേണ്ടുന്ന സ്പൈസസ്, കറിക്ക് വേണ്ടുന്ന ഓണിയൻ, പിന്നെ തക്കാളി അതൊക്കെ എടുത്തു. പിന്നെയാണ് നമ്മുടെ മെയിൻ താരം നമ്മുടെ പ്രോൺസ് വന്നു. ചിലപ്പോൾ ഞാൻ പ്രോൺസ് ഇങ്ങനെ 2ആയിട്ട് മുറിച്ചൊക്കെ ഇടാറുണ്ട്. ഇപ്രാവശ്യം സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഫുള്ളായിട്ട് തന്നെ അങ്ങനെ എടുത്ത് കഴുകിയൊക്കെ വെച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പം നമ്മളാദ്യം അരിയൊക്കെ വേവിക്കാനിടണം. അപ്പോൾ അരി കുറച്ച് നെയ്യിലോട്ട് നമ്മുടെ സ്പൈസസൊക്കെ കൂടിയിട്ടിട്ട് വെള്ളമൊക്കെ വെച്ച് അങ്ങനെ വേവിച്ചെടുത്തു. പിന്നെ അത് നമ്മുടെ കറിയൊക്കെ ആയി. ഇനിയിപ്പോൾ ഇതൊന്ന് ദം ചെയ്യണം. അപ്പം ആദ്യം ഞങ്ങൾ വിചാരിച്ചത് 2 ലെയറായിട്ട് ഇടാമെന്ന്. പക്ഷേ ഇപ്രാവശ്യം കറിക്ക് ഇച്ചിരി എരിവ് കൂടിപ്പോയേ. സാധാരണ ഞാൻ മേളം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഗരം മസാല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് ഇന്ത്യൻ ഷോപ്പിൽ ചെന്നപ്പോൾ അത് തീർന്നു പോയി. ഇപ്പം വേറൊരു ബ്രാൻഡാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഭാഗം വെച്ചിട്ട് അപ്പം എരിവ് നല്ല രീതിയിൽ കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ജോക്കുട്ടന് അത്ര എരിവ് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ ലെയറായിട്ട് ഇടാമെന്ന് വിചാരിച്ചു, താഴെ മാത്രമായിട്ടേ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇപ്പം ചെമ്മീൻ ലെയറായിട്ട് ഒരു ഒറ്റ ലെയറായിട്ട് ഫുള്ളായിട്ട് ഇട്ടു. പിന്നെ അതിൻ്റെ മേളിലോട്ട് നമ്മൾ ഇനിയിപ്പം റൈസ് ഇടുവാണ്. വേണമെങ്കിൽ 2 ലെയറായിട്ടും ഇടാം കേട്ടോ. ആദ്യം ഒരു ലെയർ ചോറ്, പിന്നെ കറി, പിന്നെ ഒരു ലെയർ, അങ്ങനെ 2ആക്കിയിട്ട് ഇടാം. ഇപ്പം പക്ഷേ ജോക്കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ ലെയറായിട്ട് ഇടുവാണേ. അപ്പം ആ ചെമ്മീൻ്റെ മേളിലോട്ട് റൈസെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ റൈസ് വയ്ക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി ലെമൺ ജ്യൂസും കൂടി ഒഴിക്കുവേ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അതെ, നമ്മുടെ റൈസൊക്കെ ഏകദേശം ഇട്ട് തീരാറായി. റൈസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ബാക്കിയുള്ളൂ. ഇത് സിമ്പിളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ചിക്കൻ ബിരിയാണിയും നമ്മുടെ ബാക്കിയുള്ള ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ട് തോന്നാറുള്ള ഇതാണ്. കാരണം ചെമ്മീൻ വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ റൈസ് 2 ലെയറായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ റൈസിൻ്റെ മേളിൽ കുറച്ച് നമ്മുടെ ഒണിയനൊക്കെ ഫ്രൈ ചെയ്തെടുത്തായിരുന്നല്ലോ, അതാദ്യം കുറച്ച് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നമ്മുടെ കിസ്മിസ് വറുത്തതും കാഷ്യൂ വറുത്തതൊക്കെ ഇടാൻ പോവാം. ഇത് ഒണിയനും കാഷ്യൂവും കിസ്മിസൊക്കെ ഈ ജെറിനെ വറുത്തതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാഷ്യൂ നല്ലപോലെ ഇച്ചിരി അധികം കൂടിപ്പോയി. അത് ജെറിന് കഴിക്കാൻ വേണ്ടി കൂടിയായിരുന്നെന്നാണ് ജെറിൻ പറഞ്ഞത്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്തായാലും അത് ഫുള്ളും കൂടി ഇപ്പം റൈസിലോട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഇപ്പം നമ്മുടെ 2ാമത്തെ ലെയർ റൈസ് ഇട്ടുകൊണ്ടിരിക്കുക. ചിലവർ ഈ സ്പൈസസ് ഒരു തുണി പോലെ എടുത്തിട്ട് ആ തുണിയിൽ ഇങ്ങനെ കിഴി പോലെ കെട്ടിയിട്ടിട്ട് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷേ ഇതിപ്പം കഴിക്കാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. നമ്മൾ ഈ റൈസ് കഴിക്കുന്നതിനിടയ്ക്ക് ഇതിനകത്തുള്ള സ്പൈസസ് എല്ലാം എടുത്ത് മാറ്റേണ്ടി വരും. അതൊരിച്ചിരി ചടങ്ങാണ്. പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ 2nd ലെയർ റൈസ് ഇട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇടണം. പിന്നെ നമ്മുടെ കാഷ്യൂ, നമ്മുടെ കിസ്മിസൊക്കെ കൂടിയിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ദം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ദം ചെയ്യാനായിട്ട് ഒത്തിരി വലിയ ശരിക്കുള്ള പ്രൊഫഷണലായിട്ടുള്ള രീതിയിലൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാനതിൻ്റെ മേളിൽ കുറച്ച് ഫോയിൽ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്യും. പിന്നെ ഈ പാത്രത്തിന് തന്നെ അടപ്പുണ്ട്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു അടപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലൊരു 4-5 മിനിറ്റും കൂടി വെച്ചങ്ങ് ദമ്മ് ചെയ്യും. അങ്ങനെ ചെയ്യാറുള്ള പൊതുവേ. ഇന്നിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മല്ലിയില ഉണ്ടല്ലോ, അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് മേളിലിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാം, ഇച്ചിരി കളർഫുള്ളാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം ആക്കി ഇപ്പം നമ്മൾ ദം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടമൊക്കെ വറുത്തു. വേറെ സാലഡൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. ജെറിന് ഇനിയിപ്പോൾ ഓഫീസിലും പോകണം. ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ ഫൈനൽ നമ്മുടെ ബിരിയാണിയുടെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. കൊള്ളാമായിരുന്നു എന്തായാലും കേട്ടോ.